ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം പങ്കുവയ്ക്കാനാണ് ഇന്ന് നിൽക്കുന്നത്. അങ്ങനെ നമ്മളെ ചാനൽ തുടങ്ങിയിട്ട് 4 വർഷം പൂർത്തീകരിച്ചു. 2022 ജൂലൈ 14 വെറുതെ തോന്നിയ ഒരു തോന്നലാണ് ആദ്യത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. 2026 ജൂലൈ 14 എത്തുമ്പോഴേക്കും നമ്മൾ 4 വർഷം പൂർത്തീകരിച്ചു. കഴിഞ്ഞ ദിവസം പിന്നെ നമ്മൾ കൊല്ലത്ത് പോയി കല്ലുന്താഴത്ത് അമ്മയുടെ അടുത്ത് ഊണ് കൊടുത്ത വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അന്ന് ഞാൻ പറയുകയും ചെയ്തായിരുന്നു. പക്ഷെ നമ്മളെ ചാനലിനെ തുടക്കം കാണാതെ ഇപ്പോഴൊക്കെ നമ്മളെ കൂടെ കൂടിയ കുറേ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. 8,67,000 ഇപ്പോൾ നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് യൂട്യൂബിനകത്തെ. അപ്പോൾ അതിനകത്ത് കുറേ പേർക്ക് ഇങ്ങനെ നമ്മളെന്താ പറയുക, ഒരു സാധാരണ കണ്ടൻറ് ഇടണമെന്നൊക്കെ അറിയാമെങ്കിലും ഞാൻ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു വിഷൻ ഉണ്ട്. എങ്ങനെയായിരിക്കണം ഈ ചാനൽ, അല്ലെങ്കിൽ എന്താവണം എന്നുള്ളതിൽ. അതിൽ കൃത്യമായിട്ട് ഒറ്റ സാധനം ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇതൊരു ഡോക്യുമെൻറ്റേഷനാണ്. കേരളത്തിൻ്റെ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ശരിക്കും ഇപ്പം തന്നെ, അതായത് 2022-ലും 2023-ലും ഒക്കെ എടുത്ത കടകളിൽ ഒരുപാട് കടകൾ ഇല്ലാണ്ടായി. ചിലത് പൊളിച്ച് മാറ്റേണ്ടി വന്നു, അല്ലെങ്കിൽ പൊളിഞ്ഞു പോയി. വർഷങ്ങളായല്ലോ, 40ഉം 50ഉം 60ഉം ഒക്കെ വർഷമെത്തിയ കടകളല്ലേ. ചിലതിലൊക്കെ ആ കട നടത്തിയിരുന്ന ആളുകൾ, അതിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് 75ഉം 80ഉം ഒക്കെ വയസ്സുള്ള ആളുകളാണ്. അപ്പോൾ വയ്യാണ്ടായി കട നിർത്തിയ ഇടങ്ങളുണ്ട്. ചില ആളുകളൊക്കെ ഓർമ്മയായി കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പിന്നെ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് ആളുകൾ ഇങ്ങനെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അച്ഛനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെയൊക്കെ ഇതൊരു അടയാളപ്പെടുത്തലായിട്ട് അവിടെ കിടക്കട്ടെ. എന്തിനാണെന്ന് വെച്ചാൽ ഇനി കുറേ കഴിഞ്ഞ് വരുന്ന തലമുറയ്ക്ക്, ഇപ്പോൾ എൻ്റെ മകൻ്റെയൊക്കെ പ്രായത്തിലുള്ള ഒരു പുതിയ തലമുറയ്ക്ക് ഈ കാഴ്ചകളൊന്നും കാണാനുണ്ടാവില്ല. അവർക്ക് കാണണമെങ്കിൽ ഏതെങ്കിലും പഴയ സിനിമകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധനത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ എന്തെങ്കിലും ഒരിക്കൽ ഇപ്പോൾ ഈ ചാനലൊക്കെ നിന്ന് പോയി എന്ന് തന്നെ വെക്കുക, അപ്പോൾ നമ്മളൊന്നും ഇല്ലാണ്ടായി എന്ന് തന്നെ വെക്കുക. എങ്കിൽ പോലും ഇത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്ത് ഇട്ടിരിക്കുന്നത് കൊണ്ട് ഇത് അവിടെ തന്നെ കിടക്കും. അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ ഇല്ലാണ്ടാവും. ഈ സോഷ്യൽ മീഡിയകളൊന്നും ഇല്ലാതെ ആവുന്ന ഒരു കാലത്തോളം ഇതൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. 2026-ലും 2 രൂപയ്ക്ക് ദോശ കിട്ടുന്ന സ്ഥലങ്ങളെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 40 രൂപയ്ക്ക് ഊണ് കിട്ടുന്ന സ്ഥലങ്ങളെ വീഡിയോ 2026-ൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാലം പോകെ ഇതൊന്നും ഇല്ലാണ്ടാവുമല്ലോ. ഇത്ര ചെറിയ പൈസയ്ക്ക് ഭക്ഷണം കിട്ടുന്ന ഇടങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ വീട് പോലെ കയറി ചെന്ന് വളരെ കംഫർട്ടബിളായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന, സ്നേഹത്തോടു കൂടിയുള്ള വിളികളുള്ള അത്തരം സാധനങ്ങളൊക്കെ ഇല്ലാണ്ടാവുന്ന ഒരു കാലം വിദൂരത്തിലൊന്നും അല്ല. നമുക്കത് കൃത്യമായിട്ട് അറിയാം. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇതും കൂടിയായിരുന്നു, ഇങ്ങനെയും കൂടിയായിരുന്നു കേരളം എന്നൊക്കെ തിരിച്ചറിയാൻ കൂടിയുള്ള ഒരു അടയാളപ്പെടുത്തലാണ്. ഇനിയിപ്പോൾ വേറെ ആര് കണ്ടില്ലെങ്കിലും എനിക്ക് സ്വന്തമായിട്ട് കാണാനെങ്കിലും ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. 2023-ലൊക്കെ എടുത്തിട്ടുള്ള റീലുകൾ, അല്ലെങ്കിൽ 23, 22, 24 കാലഘട്ടങ്ങളിലൊക്കെ എടുത്തിട്ടുള്ള റീലുകൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞത് ഒക്കെ ഞാൻ എൻ്റെ ഫോണിൽ ഇങ്ങനെ കുറേ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയാൻ ഒരു മനസ്സില്ല. കാരണം ആ കാഴ്ചകൾ, ആ മനുഷ്യർ, അതൊക്കെ ഒരു വല്ലാത്തൊരു ഫീലാണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ ഞാനൊരു അങ്ങനത്തെ ചുറ്റുപാടിൽ ജീവിച്ച് വളർന്ന ഒരാളായതുകൊണ്ടായിരിക്കാം. അപ്പോൾ വിഷമാണ് അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ. അപ്പോൾ ഞാൻ ഫോണിൽ ഇങ്ങനെ സ്റ്റോറേജ് കൂടിയപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നതിന് മുന്നേ ഇതിനൊക്കെ ഏതെങ്കിലുമൊക്കെ പഴയ സിനിമാ പാട്ടുകൾ ഇട്ടുകൊണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഞാനത് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ വന്നിട്ട് അതിൻ്റെ ഇടയിൽ കമൻ്റ് ഇടുന്നു. അവരാരും ഈ പഴയ വീഡിയോ കണ്ടവരല്ല. എന്താ വോയിസ് ഓവർ കൊടുക്കാതെ ഇട്ടിരിക്കുന്നത് ചേച്ചിയുടെ വോയിസ് കേൾക്കാനാണ്. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി വോയിസ് ഓവറിൽ നമ്മൾ ഈ വീഡിയോ കറക്റ്റ് ലൊക്കേഷനൊക്കെ പറഞ്ഞ് പോയിട്ടുള്ളതാണ്. എന്നിട്ടും ഇപ്പോഴും അത് കാണാൻ വേണ്ടി ആളുകളുണ്ട്, അല്ലെങ്കിൽ അത്തരം കാഴ്ചകൾ അവർക്ക് സന്തോഷം കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ഒരുപാട് മനുഷ്യർ മെയിൽ വഴി, മെസ്സേജ് വഴിയൊക്കെ എന്നെ ഡെയിലി ഈ വീഡിയോൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് കോൺടാക്ട് ചെയ്യും. ഈ കട എവിടെയാണ്, ഇപ്പം ഈ കടയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അത് നമുക്കൊരു സന്തോഷമാണ്. നമ്മളാരെയും ഉപദ്രവിക്കാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ മറ്റൊരാളെ ഹേർട്ട് ചെയ്യാതെ കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ സന്തോഷമാണല്ലോ ഇത്. അപ്പോൾ ഞാനത് ആസ്വദിക്കുന്നു, ഒപ്പം നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ മനസ്സിങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കട്ടെ ഡാൻസിങ് മൈൻഡിലെ വീഡിയോസൊക്കെ കാണുമ്പോൾ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 2024-ൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ. ആ കട ഇപ്പോൾ ഇല്ല കേട്ടോ. ആ കട പിന്നെ അദ്ദേഹത്തിന് വയ്യാണ്ടായി, ആ കട പൊളിച്ച് മാറ്റി. അവിടെ അങ്ങനൊരു കട ഉണ്ടായിരുന്നതായിട്ട് പോലും യാതൊരു തെളിവുമില്ല. നമുക്ക് പോകുമ്പോൾ ഒരു വിഷമമാണ്. ആ വഴിയൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ നോക്കും. കാരണം ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടും ഈ അടുത്ത കാലം വരെ അതിലേക്കൂടെ പോകുകയാണെങ്കിൽ അവിടെ നല്ല ബോണ്ട കിട്ടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ നിർത്തി അതൊക്കെ മേടിക്കുന്നതാണ്. അപ്പോൾ അതില്ലാണ്ടായി. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചെല്ലുമ്പോൾ ആ കട ഇവിടെ ഇല്ല. അപ്പോൾ ആ കടയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് അതിനകത്തൊരു കമൻറ്റ് വന്നു. അപ്പോൾ എനിക്ക് ഈ കമൻറ്റ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാക്സിമം ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ ഒരു കുട്ടി എഴുതിയിരുന്നു, ആ വീഡിയോയിൽ ആ മോളുടെ പപ്പേനെ കാണിക്കുന്നുണ്ട്, പപ്പ ഇപ്പോൾ ഇല്ല. അപ്പോൾ ഈ വീഡിയോയിലൂടെ അദ്ദേഹം അവിടെ നിന്ന് ചായ കുടിക്കുന്ന ഒരു ഷോട്ടാണ്. ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം ചേച്ചി. അന്ന് ആ വീഡിയോ കണ്ടപ്പോൾ നമുക്കത് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആളില്ലാണ്ടായപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഭയങ്കര നെഞ്ചിലെവിടെയോ ഒരു കൊളുത്തിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം
നമ്മൾ പോലും റാൻഡമായിട്ട് എടുത്തു പോകുന്ന ചില മനുഷ്യർ അവരില്ലാണ്ടായി കഴിയുമ്പോൾ അവരെ എന്താ പറയുക, അത് നമുക്ക് വലിയൊരു കാര്യമല്ല. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ, നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ ഫോട്ടോയും വീഡിയോയും ഒക്കെ ഉണ്ട്. പക്ഷേ പഴയ ആളുകളുടെ ഇതൊക്കെ വളരെ കുറവായിരിക്കും. അവരെവിടെയെങ്കിലും ഫോട്ടോയിലോ വീഡിയോയിലോ ഒന്നും വല്ല കല്യാണ കാസറ്റിലോ കല്യാണ ഇതിലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഉള്ളിൽ ഇങ്ങനെ ടച്ച് ചെയ്തു. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യനെ സംബന്ധിച്ചിട്ടേ ഓർമ്മകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് എത്ര പേര് മനസ്സിലാക്കുന്നുണ്ടെന്ന് അറിയില്ല. ഒരു പക്ഷേ പുതിയ തലമുറ അവർ ഭയങ്കര ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്നിനോടും ഓവർ അറ്റാച്ച്മെൻ്റ് ഇല്ല, ഒന്നിനോടും അധികം ഇല്ല. പക്ഷേ നമ്മളൊക്കെ ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. ആ നാട്ടിൻപുറത്തെ പിന്നെ ആളുകളുടെ നിഷ്കളങ്കതയിലും നാടൻ ഭക്ഷണത്തിലും മഴയിലും വെള്ളത്തിലും കാറ്റിലും ഒക്കെ നമ്മളവിടെ അങ്ങനെ കിടക്കുക. ഞാൻ അവിടെ അങ്ങനെ കിടക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇപ്പോഴും വന്നിട്ടില്ല. ഏത് സിറ്റിക്കകത്ത് എത്ര മണിമാളികക്കകത്ത് കടന്നാലും എൻ്റെ മനസ്സും എന്നിലെ ഞാനും ഇപ്പോഴും കിടക്കുന്നത് ഏതോ ഒരു ഗ്രാമത്തിലെ നാട്ടുപുറത്ത് തന്നെയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മുടെ ചാനൽ വേഗം കണക്റ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്ന സമയത്തെ യാതൊരു പ്രതീക്ഷയില്ല കേട്ടോ. കാരണം ഞാൻ അങ്ങനെ എന്തെങ്കിലും ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു കണ്ടൻറ്റോ അങ്ങനെയൊന്നും അല്ലല്ലോ. ഇതൊക്കെ ആരെങ്കിലും കാണുമോ, എനിക്ക് തന്നെ ചിലപ്പോഴൊക്കെ ചിരി വരും. കാരണം ഇതൊക്കെ ആരെങ്കിലും കാണുമോ, ഇതിപ്പോൾ എന്താ അത്ര പുതുമ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ 4 വർഷവും കൊണ്ട് എന്നെപ്പോലെ ഒരാൾക്ക്, എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സെലിബ്രിറ്റി ഒരു ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു മീഡിയയിൽ വന്ന് സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ ഞാനൊരു ജേർണലിസം കോഴ്സ് കഴിഞ്ഞ ഒരാളൊന്നുമല്ല. അപ്പോൾ എന്നെപ്പോലെ ഒരാളെ സംബന്ധിച്ച് ഒരു വട്ടപൂജ്യത്തിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. എൻ്റെ ഫീൽഡേ വേറെയാണ്. അപ്പോൾ എന്നെപ്പോലെ ഒരാളെ സംബന്ധിച്ച് 4 വർഷം കൊണ്ട് 8 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെൻ്റാണ്. എനിക്കത് പറഞ്ഞാൽ തരില്ല. അപ്പോൾ ഇതിലും കാര്യം കൂടുതൽ സബ്സ്ക്രൈബേഴ്സുള്ള ഒരുപാട് ചാനലും ഒക്കെ ഉണ്ടല്ലോ, ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പോൾ അത് ഇത്ര വലിയ കാര്യമാണ് പുറമേ നിന്ന് നിൽക്കണവർക്ക് തോന്നില്ലായിരിക്കും. ഞാൻ പേഴ്സണലി എൻ്റെ കാര്യം പറയുകയാണ്, എന്നെ സംബന്ധിച്ച് ഇത് വലിയൊരു അച്ചീവ്മെൻ്റാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു വെറൈറ്റി അല്ലെങ്കിൽ ഒരിടത്തും കിട്ടാത്ത ഒരു ഭക്ഷണമൊന്നും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല. എന്താ കാണിക്കുക, ഒന്നെങ്കിൽ നല്ല മീൻകറിയൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു ഊണ്, അല്ലെങ്കിൽ രാവിലത്തെ ആണെങ്കിൽ ദോശയോ പുട്ടോ കടലയോ പയറേനതേലും കാണിക്കും. രാത്രിയാണെങ്കിൽ എന്നേലും ഒരു ഇറച്ചി ഐറ്റംസൊക്കെ വരുന്ന ഒരു ചെറിയ കടകൾ. ഇത്രയൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ളൂ. എന്നിട്ടും അതൊക്കെ നിങ്ങൾ എന്തുകൊണ്ട് കണ്ടു എന്ന് വെച്ചാൽ അതിനകത്തുള്ള ഒരു നന്മയാണ് ആ കാണിച്ച കാര്യങ്ങൾക്കകത്ത്. ഒന്നുകിൽ അത് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിട്ട വീഡിയോസ് ആയിരിക്കും, അതല്ലെങ്കിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് ഏറ്റവും നന്ദിയുള്ളത് അതിനകത്ത് ഇങ്ങനെ ഈ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഓട്ടോ അല്ലെങ്കിൽ ലോറി അങ്ങനെയൊക്കെ ഓടിക്കുന്ന ലോങ് പോകുന്ന ടാക്സിയൊക്കെ ഓടുന്ന ഒരുപാട് മനുഷ്യർ പലയിടത്ത് വെച്ചും ഞാൻ ഇവരെയൊക്കെ കണ്ടിട്ടുണ്ട്. അവരോട് എനിക്ക് ഭയങ്കര സ്നേഹം എന്നാന്ന് വെച്ചാൽ ഇവർക്കാർക്കും അങ്ങനെ ഒരു പരിചയക്കുറവില്ല. എപ്പോഴെന്ന് കണ്ടാലും എൻ്റെ അടുത്ത് വേഗം വന്ന് ഏറ്റവും എളുപ്പത്തിൽ വന്ന് സംസാരിക്കുന്നവരാണ് ഇവർ. കാരണം ഇവർക്ക് എന്നെ എന്നും കാണുന്നതുകൊണ്ട് ഭയങ്കര പരിചയം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വന്നിട്ട് ഇന്ന ആളല്ലേ എന്ന് ചോദിക്കും. ഇന്നും ഇപ്പോൾ റോഡിൽ നിന്നൊക്കെ നമ്മൾ ആളുകളെ കണ്ടു സംസാരിക്കും. ഭയങ്കര സ്നേഹത്തിൽ അവർ വന്ന് സംസാരിക്കണം. എന്നിട്ട് പറയും, ഞങ്ങളിങ്ങനെ ലോങ് യാത്രയൊക്കെ പോകുമ്പോൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യും. അപ്പോൾ ആ ജില്ലയിൽ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് നോക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊരു ഉപകാരം. അങ്ങനെയൊക്കെ ഞാൻ ആ സമയത്ത് നമുക്കിതൊന്നും അറിയില്ലെങ്കിൽ പോലും എപ്പോഴും ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതാവണം നമ്മുടെ ചാനലെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ആളുകൾ എടുക്കുമെന്നോ അല്ലെങ്കിൽ ഒരു 1-2 വർഷം കഴിയുമ്പോൾ ഞാൻ പുറത്തിറങ്ങിയാൽ ആളുകൾ എന്നെ തിരിച്ചറിയുമെന്നോ ഒന്നും എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ചാനൽ തുടങ്ങുന്ന സമയത്ത്. അത് എന്നാന്ന് വെച്ചാൽ എന്നെ കളിയാക്കിയിട്ടുള്ള കുറേ ആളുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേറെ പണിയില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടേ നമ്മളിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കണതിൻ്റെ ഇടയിൽ നിന്ന് ഈ ഫീൽഡിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ പുച്ഛിച്ച് തള്ളിക്കളഞ്ഞ ആളുകൾക്കല്ലോ ഒരു തമാശയ്ക്കൊക്കെ പറഞ്ഞതാവും. എനിക്ക് പക്ഷേ ഫീൽ ചെയ്തിട്ടുണ്ട്, കാരണം എൻ്റെ ഒരു സ്ട്രഗിളിങ് പീരീഡ് ആണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിലും ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളൊരു സാധനമൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ആ 10,000 പിന്നെ 1 ലക്ഷം കിടക്കുന്നു, പ്ലേ ബട്ടൺ കിട്ടുന്നു. ഇതൊക്കെ എനിക്ക് ഒരു വർഷത്തിൻ്റെ ഇടയിൽ പ്ലേ ബട്ടൺ കിട്ടി. അതൊക്കെ എന്ന് പറഞ്ഞാൽ മറക്കാൻ പറ്റില്ല. പ്ലേ ബട്ടൺ ഇങ്ങനെ അപേക്ഷിക്കണ ഒരു രീതിയൊക്കെ ഉണ്ട്. 1 ലക്ഷം കഴിയുമ്പോൾ ഞാനത് അപേക്ഷിച്ചു. എനിക്ക് അവരുടെ മെയിലൊക്കെ വന്നു, പ്ലേ ബട്ടൺ ഷിപ്പ് ചെയ്തു എന്ന് പറഞ്ഞ മെസ്സേജൊക്കെ വന്നു. പിന്നെ അപ്ഡേഷനൊന്നുമില്ല. പിന്നെ ഇത് കിട്ടുമോ കിട്ടില്ലേ ഒന്നും എനിക്കറിയില്ല. എന്നെപ്പറ്റി യൂട്യൂബ് ചാനലിലുള്ള ഒരു ഫ്രണ്ടും എനിക്കില്ല. എനിക്ക് എൻ്റെ 1 ലക്ഷം ഈ പ്ലേ ബട്ടൺ കിട്ടുന്നത് വരെയുള്ള യൂട്യൂബ് ചാനൽ നടത്തി സക്സസ് ആയിട്ടുള്ള ഒരു മനുഷ്യരെ പോലെ എനിക്ക് അറിയില്ല. ആകെ അറിയണത് ഹക്കീമിക്ക മാത്രമാണ് കേട്ടോ. ആ സമയത്ത് ജസ്റ്റ് ഒരു കോൺടാക്റ്റ് ഉള്ളത്, വേറെ ആരെയും എനിക്കറിയില്ല. അപ്പോൾ അതെനിക്ക് ആരോടും അങ്ങനെ ചോദിച്ചിട്ട് മനസ്സിലാക്കാനൊന്നുള്ള ഇതില്ല, ചോദിക്കാൻ അങ്ങനത്തെ ബോധം എനിക്ക് പോയില്ല. ഒരു ദിവസം ഞാനിങ്ങനെ മോനെ സ്കൂളിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് എനിക്ക് അറിയാത്തൊരു നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നിട്ട് അയാൾ പറഞ്ഞു ഒരു കൊറിയർ ഉണ്ട്. എനിക്ക് കൊറിയറൊന്നും അങ്ങനെ അയക്കാനൊന്നും ആരും ഇല്ലല്ലോ എന്ന് മനസ്സിൽ തോന്നുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ പട്ടത്തുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു എന്നാൽ അവിടെ നിന്നപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഒരാളൊരു ബോക്സ് എൻ്റെ കയ്യിൽ കൊണ്ടുതരാം. ഞാൻ ഇതെന്താണ്, എനിക്കാരോ കൊറിയർ തരാൻ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാണ് ഇത് പ്ലേ ബട്ടനാണ്. എന്നുവെച്ചാൽ നമുക്കൊന്ന് ഞെട്ടാൻ പോലുള്ളൊരു സമയം കിട്ടിയില്ല എന്ന് പറയില്ലേ, അങ്ങനെ അത് എൻ്റെ കയ്യിലേക്ക് കിട്ടുക ചെയ്തത്. അപ്പോൾ അതൊക്കെ വലിയ സന്തോഷങ്ങളാണ്. എന്നെപ്പോലെ ഒരാളെ സംബന്ധിച്ച്. ഞാൻ പിന്നെ ഭയങ്കര
ചെറുപ്പക്കാരിൽ നിൽക്കുന്ന സമയത്തൊന്നല്ല, അല്ലെങ്കിൽ ഭയങ്കര എൻ്റെ യൗവന കാലത്തൊന്നല്ല യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. പിന്നെ അത്തരം എക്സൈറ്റ്മെൻറ്റുകളൊക്കെ കഴിഞ്ഞ് ഒരു പക്വതയൊക്കെ വരുമല്ലോ, ആ ഒരു സമയത്താണ് ഇതൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ എന്നിട്ടും ആളുകൾ അത് കണ്ടു എന്നൊക്കെ പറയുന്നത് ഭയങ്കര പിന്നെ അഭിമാനം, ഒപ്പം സന്തോഷം, ഒരുപാട് നന്ദി. ഇനിയിപ്പോൾ പുതിയതായിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിലേ ആദ്യമേ പറയാം, നിങ്ങൾ പിന്നെ ലക്ഷക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് ചാനൽ തുടങ്ങരുത്. വെറും തോന്നലാണ്. അല്ലെങ്കിൽ നമ്മളൊരു സെലിബ്രിറ്റിയൊക്കെ ആയിരിക്കണം, നമുക്ക് ഭയങ്കര ഫേസ് വാല്യൂ ഉള്ള ഒരാളായിരിക്കണം, നമ്മളെ സൊസൈറ്റിക്ക് അറിയാം. അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ അറിയാൻ ആളുകൾക്ക് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ നമ്മളെ കാണാൻ താല്പര്യമുണ്ട്. അതല്ലാതെ എന്നെപ്പോലെ ഒരു വട്ടപൂജ്യത്തിൽ നിന്നിട്ട് നിങ്ങൾ ചാനൽ തുടങ്ങുകയാണെങ്കിൽ മിനിമം 1 വർഷമെങ്കിലും അതിൻ്റെ പിന്നിൽ വിശ്രമമില്ലാതെ പണിയെടുത്താലേ നടക്കൂ. എൻ്റെ ഒരു തുടക്ക സമയം ഞാൻ പറഞ്ഞുതരാം. കാരണം ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്നു, അതിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, കൊച്ചിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയത്ത് പോയിട്ടാണ് യൂട്യൂബിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് ആഴ്ചയിൽ ഒരു 2 വീഡിയോ, മാക്സിമം 3 വീഡിയോ ഒക്കെ ഇടാനേ ഉണ്ടാവുള്ളൂ. അന്നൊന്നും റീലിടുന്ന പരിപാടിയില്ല, വീഡിയോ മാത്രം. എനിക്ക് അതിനുള്ള ഇതേ ഉള്ളൂ. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു 1000 വ്യൂ കിട്ടിയാൽ കിട്ടി, അങ്ങനെയൊക്കെ ഉള്ളൂ. സബ്സ്ക്രൈബേഴ്സും അങ്ങനെ വലിയ ഒരു കൗണ്ട് കയറുന്നൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് നമുക്കിങ്ങനെ മടുക്കും. കാരണം ഞാൻ അതുവരെ ജോലി ചെയ്ത എൻ്റെ ചെറിയ ചെറിയ സേവിങ്സ് ഒക്കെ ഉണ്ട്, ചിട്ടിയൊക്കെ കൂടിയിട്ട്. ആ പൈസ എല്ലാം എടുത്തിട്ട് ഞാൻ യൂട്യൂബിലേക്ക് ഇടുക. കാരണം നമ്മൾ അന്ന് റോഡിൻ്റെ മൈക്കൊക്കെ തുടക്കത്തിൽ തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പം തന്നെ ഒരു 10,000-30,000 രൂപയൊക്കെ ആയിട്ടുണ്ട്. ഐഫോൺ മേടിച്ചതിൻ്റെ പൈസ ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പൈസ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ 1 രൂപ പോലും കിട്ടാനില്ല. മാത്രമല്ല, നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ പറയാറുണ്ട്, ഫ്രീ ആയിട്ട് കഴിക്കാൻ നിൽക്കാത്തത് കൊണ്ട് ഫുഡിൻ്റെ പൈസ കൊടുക്കണം. ചിലയിടത്തല്ലാതെ എക്സ്ട്രാ ചിലപ്പോൾ അവരൊന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളുടെ സാലറി കൊടുക്കണം. ട്രാവൽ എക്സ്പെൻസ്, അന്ന് സ്കൂട്ടറിലാണ് പോകുന്നതുകൊണ്ട് വലിയ ചിലവില്ല, എങ്കിൽ പോലും പെട്രോൾ അടിക്കണം. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിനൊന്നിനും നമുക്ക് 1 രൂപ പോലും ഇങ്ങോട്ട് വരുമാനമില്ല. പക്ഷെ നമ്മൾ ഒരു 6-7 മാസക്കാലം കയ്യിലുള്ള പൈസ മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ സേവിങ്സിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായി ആദ്യത്തെ ഒരു 5 മാസം കൊണ്ട് തന്നെ. കാരണം എനിക്കിതിനെ പറ്റിയിട്ട് ബോധ്യമില്ലല്ലോ എങ്ങനെയാണ്. ഞാൻ മധുരയിൽ പോയി, തെങ്കാശി പോയി, ചെന്നൈ പോയി, ഇവിടെയൊക്കെ പോകുമ്പോൾ എത്രയാ പൈസ ആവുന്നതെന്നറിയോ? ഒരു 2 ദിവസത്തേക്കാണ് 25,000 രൂപയൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് പോകും. കാരണം പോകുന്ന സമയത്ത് അന്നൊക്കെ കാർ എടുത്തിട്ടൊക്കെ പോയി. അതാണ് വലിയ മണ്ടത്തരം ചെയ്തത് കേട്ടോ. ട്രെയിന് പോകേണ്ട സ്ഥലത്തൊക്കെ കാർ എടുത്തിട്ടൊക്കെ പോയി. അങ്ങനെ പൈസ അങ്ങനെ തീർന്നു. പിന്നെ എനിക്കിതിങ്ങനെ ബാധ്യതയാവാൻ തുടങ്ങി. കുഞ്ഞായിട്ട് സ്വർണ്ണമൊക്കെ കൊണ്ട് പണയം വെക്കലും അങ്ങനെയൊക്കെ ബാധ്യതയും കൂടെ ആവാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ തോറ്റു, ഇനി ഇതും കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ കളിയാക്കിയ ആളുകളൊക്കെ ജയിക്കുമല്ലോ, ഞാൻ തോറ്റ് തൊപ്പിയിട്ട് തിരിച്ച് ആണല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ യൂട്യൂബിൽ അപ്പോൾ ഭയങ്കര വിഷമിച്ചിരിക്കുക. ചാനൽ നിർത്തുക, ഒരു പ്രയോജനമില്ല, 1000 പേര് പോലും ചാനൽ കാണാനില്ല, എന്തിനിങ്ങനെ പൈസ മുടക്കണമെന്നൊക്കെ വിചാരിച്ച് അതങ്ങ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമയത്ത് ഞാനൊരു ഷോർട്സ് ഇങ്ങനെ വെച്ച സമയത്ത് ഒരു ഷോർട്സ് കാണും കേട്ടോ. അപ്പോൾ മൂപ്പര് പറയുകയാണ്, നിങ്ങൾ ഒരു പക്ഷേ 250 വീഡിയോ ഇട്ടിട്ടുണ്ടാവും, റീച്ച് ആയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ 251ാമത്തെ വീഡിയോ റീച്ച് ആവാനിരിക്കുമ്പോൾ ചിലപ്പോൾ, പക്ഷേ നിങ്ങൾ 250 വീഡിയോയിൽ നിരാശപ്പെട്ടിട്ട് നിങ്ങൾ ചാനൽ നിർത്തി. ഒരു പക്ഷേ ആ 251ാമത്തെ വീഡിയോ ആയിരിക്കും നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വൈറൽ വീഡിയോ എന്ന് പറയുന്ന ഒരു ഷോർട്സ് ഞാൻ കാണുക. യൂട്യൂബിനെയൊക്കെ പറ്റി ഷോർട്സ് ഇടുന്ന ഒരു പുള്ളിയാണ്, ഷിജോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങനെയാണെങ്കിലോ, എൻ്റെ കാര്യവും അങ്ങനെയാണെങ്കിലോ എന്ന് എനിക്കൊരു മൈൻഡിലൊരു തോട്ട് വന്നു. നമുക്ക് അങ്ങനെയാണല്ലോ, പ്രതീക്ഷ നശിച്ച് കിടക്കുമ്പോൾ പെട്ടെന്നൊരു സാധനം ഇങ്ങനെ വരും. അങ്ങനെ ഞാൻ വിചാരിച്ചു നിർത്തുന്നില്ല, ഞാൻ എന്തായാലും തുടരാൻ തന്നെ തീരുമാനിക്കുകയാണ്. അതിനുശേഷം ഞാൻ മധുരയ്ക്ക് ഒരു വീഡിയോൻ്റെ ആവശ്യത്തിനൊക്കെ മധുരയിൽ പോയി കേട്ടോ. മധുരയിൽ പോയപ്പോൾ ഈ സാരികളുടെ ഒരു വീഡിയോ, അപ്പോൾ ഫുഡല്ലാതെ നമ്മുടെ പേജിൽ കിടക്കുന്ന ഏക വീഡിയോയും ഇപ്പോഴും അത് തന്നെയായിരിക്കും. അതായത് അവിടുത്തെ സാരികൾ കിട്ടുന്ന ഒരു സ്ട്രീറ്റിൻ്റെ വീഡിയോ ആദ്യം ഫസ്റ്റ് 2 എപ്പിസോഡായിട്ട് എടുക്കാൻ പറ്റിയത്. കാരണം അരമണിക്കൂറുണ്ട് ഒരു വീഡിയോ തന്നെ. ഒരു ഫുൾ ഡേ ഇരുന്നിട്ടാണ് എനിക്ക് ആ വീഡിയോ ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഉച്ചവരെ ഒരു ഇപ്പുറത്തെ സൈഡിൽ ഒരു ഷോപ്പും, അത് കഴിഞ്ഞ് അവരുടെ തന്നെ 2 ഷോപ്പിൻ്റെ വീഡിയോ ഇട്ടു. ഫസ്റ്റ് വീഡിയോ തന്നെ ഒരു 1,00,000-ന് പുറത്ത് പേര് 2 ദിവസം കൊണ്ട് കണ്ടു. അന്ന് തന്നെ ചാനൽ മോണിറ്റൈസ്ഡായി. അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളിങ്ങനെ 4000 വാച്ച് അവർ വേണം ഒരു ചാനൽ മോണിറ്റൈസ് ആവാൻ. എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെ കുറച്ചുകൂടി കുറച്ചും തോന്നുന്നു. ഞാൻ എൻ്റെ സമയത്ത് അങ്ങനെയാണ്. അപ്പോൾ ഈ 4000-ലോട്ട് എത്താൻ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. 1000, 1500, 2000 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുക. അങ്ങനെ ഒരു 3000 എത്തിയപ്പോഴെന്തോ ആണ് ഇത് വീഡിയോ കയറുന്നത്. അതിൻ്റെ 2 പാർട്ടും ഇന്നും നമ്മുടെ പേജിൽ കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 3 ലക്ഷം 4 ലക്ഷം പേരൊക്കെ ഇപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയോട് കൂടി എൻ്റെ ജാതകം തെളിഞ്ഞു. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനത് നിർത്തിപ്പോയിരുന്നു എങ്കിൽ ഒരു പക്ഷേ അവിടെ ഈ ഡാൻസിങ് മൈൻഡ് എന്ന് പറയുന്നൊരു ചാനലും ഞാനും ഒക്കെ അവിടെ അവസാനിച്ചേനെ. ഒരു 5000-6000 പേരിൽ അവിടെ അവസാനിക്കുമായിരുന്നു. അടുത്ത് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആക്കിയത് ആ വീഡിയോ ആണ്. അത് മാത്രമേ ഇന്നും നമ്മുടെ പേജിൽ ഫുഡ് അല്ലാത്തൊരു കണ്ടൻറ്റ് കിടക്കണതും എന്ന് തോന്നുന്നു. എനിക്ക് എൻ്റെ ഓർമ്മയിൽ വേറെ ഒന്നും ഉള്ളതായിട്ട് തോന്നണില്ല. അപ്പോൾ ഇതുപോലെ ഒരു ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും വിചാരിക്കേണ്ടത് നമ്മൾക്ക് വിജയമൊന്നും അങ്ങനെ അത്ര ഈസി ഒന്നുമല്ല. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്, ഞാൻ ഇറങ്ങി നടക്കുമ്പോൾ കേരളത്തിലല്ല, കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ പോലും ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എന്നെ തിരിച്ചറിയുന്ന കുറേ മനുഷ്യരുണ്ട്. അതെങ്ങനെ വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് എന്നിലേക്ക് എത്തിയതല്ല.
ഒരു ദിവസം മുടങ്ങാതെ. നിങ്ങൾക്ക് ഞായറാഴ്ചകൾ ഉണ്ടാവും, വിഷു ഉണ്ടാവും, ഓണം ഉണ്ടാവും, ക്രിസ്മസ് ഉണ്ടാവും. ഞങ്ങൾക്ക് ഇതൊന്നും ഉണ്ടാവാറില്ല. കാരണം ഞങ്ങൾ ഈ ദിവസങ്ങളിലും ഞങ്ങൾ പണിയെടുക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയും എല്ലാ ദിവസങ്ങളും. പിന്നെ കണ്ടിന്യൂസ് ഒരു 3-4 ആഴ്ച പണിയെടുത്ത് കഴിയുമ്പോൾ മടുക്കും നമുക്ക്. എല്ലാ ദിവസവും രാവിലെ എണീക്കുന്നു, വീഡിയോയ്ക്ക് വേണ്ടി പോകുന്നു. ചിലത് കിട്ടില്ല, ചിലത് ഭയങ്കര ഫ്ലോപ്പായിരിക്കും, ഫുഡ് കൊള്ളുണ്ടാവില്ല. എന്നാലും നമ്മൾ പോയി നമ്മുടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ മടുക്കുമ്പോഴാണ് ഒരു ദിവസം 1-2 ദിവസം ഒന്ന് ഓഫ് എടുത്തിട്ട് ഉറങ്ങുമോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നിൽക്കുക. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് പണിയെടുത്തു. ഇപ്പം 365 ദിവസവും ഡാൻസിങ് മൈൻഡിൻ്റെ ചാനലിൽ വീഡിയോസ് പോകുന്നുണ്ട്. യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റഗ്രാം, ഈ 3 പ്ലാറ്റ്ഫോമിലും 365 ദിവസവും ഞാൻ കണ്ടന്റ് ഇടുന്നുണ്ട്. 365 ദിവസവും ഞാൻ കണ്ടന്റ് ഇടണമെങ്കിൽ ഞാൻ 365 ദിവസവും പണിയെടുക്കണം അല്ലേ. ഒരു ദിവസം 2 വീഡിയോ ഒക്കെ എടുക്കുന്നത് വളരെ അപൂർവമാണ്, ലോങ് ഒക്കെ പോകുമ്പോൾ മാത്രമാണ്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയെടുത്തതായത്. അതുകൊണ്ട് ചാനലുമായി മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. നല്ല ഒരു പ്ലാറ്റ്ഫോമാണ്, നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്നതാണ്. വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കും ഒക്കെ പറ്റും. പക്ഷേ കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സും വിജയം വളരെ പതുക്കെ വരുള്ളൂ എന്നുള്ളൊരു വിചാരവും വേണം. ഒരു തുണിക്കട തുടങ്ങിയാൽ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ലാഭം ഉണ്ടാക്കാൻ പറ്റിയേക്കും. ഒരു ഫുഡ് കൊടുക്കണ ഹോട്ടൽ തുടങ്ങിയാലും ചിലപ്പോൾ പറ്റിയേക്കും. ഇല്ലെങ്കിൽ വേറെ എന്ത് തുടങ്ങിയാലും ചിലപ്പോൾ നമുക്കൊരു 1 മാസത്തിൻ്റെ ഉള്ളിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റിയേക്കും. പക്ഷേ യൂട്യൂബ് ചാനൽ പോലെ ഒരു സാധനം ഒരു വർഷമെങ്കിലും അതിൻ്റെ മുമ്പിലും നമ്മൾ നിന്നാൽ മാത്രമാണ്, വിശ്രമിക്കാതെ നിന്നാൽ മാത്രമാണ് നമുക്കൊരു ഏണിങ്സ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഞാൻ സാരി കച്ചവടം നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും അന്ന് സാരി മേടിച്ചിട്ടുള്ള, അവർ ചിലപ്പോൾ കുറച്ച് പേരൊക്കെ ഇപ്പോഴും ആ വീഡിയോ കാണുന്നുണ്ടോ, അന്ന് സാരി മേടിച്ചിട്ടുള്ള ചില ആൻറ്റിമാരൊക്കെ ഇപ്പോഴും എന്നെ ഫോണിൽ വിളിക്കുകയും വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ കോളേജിൽ നിന്ന് ഇറങ്ങി ആ സമയത്ത്, കോളേജിലെ ജോലിയിൽ നിന്ന് ഏകദേശം ഞാൻ ഇറങ്ങിയ സമയത്താണ്. കയ്യിൽ പൈസ ഇല്ല, ചാനലിൽ നിന്ന് കിട്ടുന്ന വരുമാനം വളരെ ചെറിയ പൈസ. ആദ്യത്തെ മാസം കിട്ടിയത് 8,300 രൂപയാണ് എനിക്ക് കിട്ടിയ വരുമാനം. രണ്ടാമത്തെ മാസവും ഒരു 9,000. ഇപ്പോഴും ചിലരുടെ വിചാരം കേട്ടോ നമ്മൾക്ക് എന്തോ ലക്ഷക്കണക്കിന് ഇല്ല കേട്ടോ. എൻ്റെ യൂട്യൂബിൽ നിന്ന് കിട്ടിയത് വെച്ചിട്ട് എൻ്റെ ഒരു മാക്സിമം എന്ന് പറയുന്നത് ഒരു 50-ന് പുറത്ത് ഇന്നേ വരെ കിട്ടിയ ഒരു ചരിത്രം എനിക്കില്ല. അപ്പോൾ എനിക്ക് ഈ കുട്ടികളുടെ സാലറിയും എക്സ്പെൻസ്, ട്രാവൽ എക്സ്പെൻസും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ യൂട്യൂബിൻ്റെ പൈസയൊന്നും എനിക്കൊന്നും ഒരു നീക്കിയിരിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടാറില്ല. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെറിയ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളുടെ ഒരു സാലറി, എൻ്റെ ഒരു സാലറി എടുക്കാൻ കഴിയുന്നത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പോകുന്ന ചെറിയ പ്രൊമോഷൻസ് കൊണ്ടാണ്. അല്ലാണ്ട് യൂട്യൂബ് ചാനൽ കൊണ്ട് മാത്രം എനിക്ക് നടക്കുന്നില്ല. നടക്കുന്നവരുണ്ടാവും. കാരണം ഈ വലിയ കൊളാബറേഷനും മേക്കപ്പ് ബ്രാൻഡുകളുടെയൊക്കെ പരസ്യങ്ങളൊക്കെ യൂട്യൂബിൽ ഇടുന്ന ആളുകൾക്കൊക്കെ പറ്റുന്നുണ്ടായിരിക്കും. അത് അത്യാവശ്യം പൈസ ഉണ്ട്. ഞാൻ അത്തരം കാര്യങ്ങൾ ചെയ്യില്ലാന്ന് തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ട് എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ ചെയ്യില്ലാന്ന് തീരുമാനിച്ചത് എൻ്റെ കുഴപ്പമാണല്ലോ, അതാരെയും നമുക്ക് പഴി പറയാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്കങ്ങനെ അത്ര വലിയ വരുമാനമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ എനിക്ക് വരുമാനമില്ല. എനിക്ക് എന്തെങ്കിലും ഒരു ജോലിക്ക് വേറെ എവിടെയെങ്കിലും കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്ന ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇത് നടക്കില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പാർട്ട് ടൈം എന്നുള്ള നിലയ്ക്കൊരു ജോലി വേണം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, കുറച്ച് സാരി, അന്ന് ഈ കാണുന്ന ഓൺലൈൻ സാരി പ്ലാറ്റ്ഫോമുകളൊന്നും ഇല്ല കേട്ടോ. അങ്ങനത്തെ സാധനങ്ങളേ ഇല്ല. 2023 അല്ലേ. ഇൻസ്റ്റാഗ്രാമിലൊന്നും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. ഞാനപ്പോൾ കുറച്ച് സാരി എടുത്തുകൊണ്ട് വരും. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീലിടലൊന്നുമില്ല, എനിക്കറിയില്ല അതിൻ്റെ കാര്യങ്ങളൊന്നും. സാരി എടുത്തിട്ട് വരും, എൻ്റെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഓരോ സാരി ഇങ്ങനെ കാണിച്ചു കൊടുക്കും. വീഡിയോയിൽ ഒരു അരമണിക്കൂറുള്ള വീഡിയോ ആയിരിക്കും. ഒരു 5 സാരി 6 സാരി ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തും, കാണിച്ചു കൊടുക്കും. ഈ സാരിക്ക് ഇതാണ് റേറ്റ്, ഇന്നതാണ് മെറ്റീരിയൽ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യും, സാരി നിങ്ങൾക്ക് അയച്ചു തരും എന്ന് പറഞ്ഞിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യും. വീഡിയോ പോസ്റ്റ് ചെയ്ത ഒരു 2 ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ എടുത്ത ഈ സാരി, ഞാൻ 5,000 രൂപയ്ക്കാണ് ആദ്യം സാരി മേടിച്ചത്. ഈ 5,000 രൂപയുടെ സാരി വിറ്റ് അതിൻ്റെ ലാഭം കിട്ടിയതിൽ നിന്നായി പിന്നെ രണ്ടാമത് സാരി എടുക്കാൻ പോയിട്ടുള്ളൂ. ആകെ 4 പ്രാവശ്യം സാരി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ സാരി കച്ചവടവും നടത്തിയിട്ടുണ്ട് ആ സമയത്ത്. ഇപ്പോൾ ചില ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കും, ജീവിക്കാനൊരു ഗതിയില്ല, മാർഗ്ഗമില്ല. പക്ഷെ ഞാനിതൊക്കെ താണ്ടിയ ഒരാളാണ്. എനിക്ക് അതുകൊണ്ട് അതൊന്നും അങ്ങനത്തെ ഒരു സാധനം, ഞാൻ അപ്പോൾ അവരോട് പറയും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെയ്യൂ. ഞാൻ ആരുടെയും മുമ്പിൽ കൈ നീട്ടിയിട്ടില്ല. ഇനി എന്താ ഉണ്ടാവണമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ കാണുന്ന സെലിബ്രിറ്റി സാധനങ്ങളുടെ അകത്തും നമ്മൾ എല്ലാ കാലം ജീവിക്കുമോ? ഇല്ല. നമുക്കും എല്ലാ ആളുകൾക്കും ഒരു കയറ്റുണ്ടെങ്കിൽ അതിനൊരു ഇറക്കമുണ്ട്, നമ്മളും താഴെ വരണം. അങ്ങനെ ഒരു സാധനം വന്നാൽ ഞാൻ ഇപ്പോൾ കോളേജിലേക്ക് തിരിച്ച് പോകാൻ പറ്റിയില്ലെങ്കിൽ, ഒരു പ്രായം ഉണ്ടല്ലോ എല്ലാത്തിനും, അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പഠിപ്പിക്കാനൊന്നും കയറാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, ഞാനൊരു തട്ടുകടയിടും. അതല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്യും. ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് ആ കാര്യത്തിലൊന്നും. എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കും, മുന്നോട്ട് എന്ത് ചെയ്യും. ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനിയും സാരി കച്ചവടം നടത്തണോ? ഞാൻ നടത്തും. എനിക്കതിനകത്തൊന്നും അങ്ങനത്തെ നാണക്കേടും അന്തസ്സ് കുറവൊന്നുമില്ല. അങ്ങനെയുള്ള ഒരാളുമല്ല ഞാൻ. അങ്ങനത്തെ സാധനങ്ങൾ മൈൻഡിൽ ഇന്ന ജോലിക്ക് അന്തസ്സുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ജോലി ചെയ്യുമ്പോൾ മാത്രമേ നമുക്കൊരു വാല്യൂ ഉള്ളൂ, അങ്ങനെയൊന്നുമില്ല. എല്ലാ ജോലിക്കും, ഈവൻ ഒരു വീട്ടിൽ പാർട്ട് ടൈമായിട്ട് ക്ലീനിങ്ങിന് പോകുന്നത് പോലും
ഞാൻ അഭിമാനമുള്ള ജോലിയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല, ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. അപ്പോൾ ഈ സാരിക്കൊച്ചടൻ ചെയ്ത കഥ പറഞ്ഞത് ഇതുകൊണ്ടാണ്, ചാനൽ കൊണ്ട് നമുക്ക് പറ്റാണ്ടായ സമയത്ത് ഞാൻ ചെയ്തതാണ്. പിന്നെ എനിക്ക് ചാനലിൽ നിന്നുള്ള വരുമാനം കുറച്ച് റെഗുലറായി വരാൻ തുടങ്ങി എല്ലാ മാസവും. മറ്റേത് ചില മാസമൊന്നും കിട്ടില്ല, അങ്ങനെയായി. $100 തികഞ്ഞാലേ ഇവർ തരും. അന്ന് $100 വെച്ചാൽ 8000 രൂപയാണ്. ഇപ്പോൾ ഡോളർ കയറിയപ്പോഴാണ് കുറച്ച് മാറ്റം വന്നത്. അപ്പോൾ 8000 രൂപ കിട്ടിയാലേ യൂട്യൂബ് തരൂ, 8000 തികയാത്ത മാസം തരില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് അത് തുടങ്ങുന്നത്. എന്നതായാലും എങ്ങനെയൊക്കെയോ ഇവിടം വരെ എത്തി നിൽക്കുകയാണ്. ഇന്നിപ്പോൾ നമുക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് മന്ത്ലി വരുന്നുണ്ട്. നമുക്ക് കുഞ്ഞു രീതിയിൽ കുറച്ച് ആളുകളെയൊക്കെ സഹായിക്കാൻ പറ്റുന്നുണ്ട്. പറ്റുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഭയങ്കര പ്രൗഡാണ്. ഒരുപക്ഷെ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നെക്കൊണ്ട് പറ്റാത്ത കുറേ കാര്യങ്ങൾ ഞാൻ ചാനൽ തുടങ്ങിയതിന് ശേഷം ചെയ്തിട്ടുണ്ട്. മനസ്സിൽ ഒരുപാട് ഇനിയും ചില അത്തരത്തിലുള്ള പ്ലാൻ എന്ന് പറയുമ്പോൾ എനിക്കെന്തെങ്കിലും വലിയ അങ്ങനത്തെ സ്വപ്നം എന്നല്ല. ഞാൻ അന്നും പറഞ്ഞൊരു സ്വപ്നമുണ്ട്, ആ ഒരു ചെറിയൊരു സ്വപ്നം. പിന്നെ ഇതുപോലെ ഏതെങ്കിലും കുട്ടികളെയൊക്കെ നമുക്ക് പറ്റുമെങ്കിൽ ചാനലിൻ്റെ രീതിയിൽ അവരുടെ എഡ്യൂക്കേഷൻ പോലെയുള്ള കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്താൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ജെനുവിനായിട്ടുള്ള ആളുകളെ അത് പറ്റുമായിരിക്കും വരും വഴിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കുഞ്ഞാഗ്രഹങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോകണം എന്നാണ് വിചാരിക്കുന്നത്. എപ്പോഴെങ്കിലും ഇതിൻ്റെ ഒരു വഴിയിൽ നിന്ന് ഞാൻ മാറി, അല്ലെങ്കിൽ ഇത് സ്റ്റോപ്പാവുമെന്ന് എനിക്കറിയില്ല, മാറി ഞാൻ പോയാലും ഇവിടെ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ അതെനിക്ക് എല്ലാ കാലത്തും ഓർമ്മിക്കാനുള്ളതാണ്. ഞാൻ ഒറ്റയ്ക്കൊന്നും നടക്കില്ലല്ലോ. ഞാൻ ഒന്നും എപ്പോഴും പറയുന്നതാണ്, ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ എന്താ നടക്കുക, ഒന്നും നടക്കില്ല. ഞാൻ പറയുന്ന ആളുകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടന്നിട്ടുള്ളത്. ഇനിയും ഇതുപോലെയുള്ള ഏതെങ്കിലുമൊക്കെ തരത്തിൽ അവശത അനുഭവിക്കുന്ന അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്ന കുറേ മനുഷ്യരെ കൈപിടിക്കാൻ നിങ്ങളും കൂടെ ഉണ്ടെങ്കിൽ എനിക്കും പറ്റുന്ന 100% ഉറപ്പുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു ചെറിയ സന്തോഷം, അതങ്ങനെ ഒരു ഭയങ്കര വലിയ വീഡിയോ ആവുമെന്ന് വിചാരിച്ചിട്ടല്ല പറഞ്ഞു തുടങ്ങുന്നത്. നമ്മളൊരു കുഞ്ഞു സന്തോഷം നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് വിചാരിച്ചു. പിന്നെ ഈ വഴിയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതത്ര ഈസി അല്ല, പക്ഷെ നിങ്ങൾ മെനക്കെട്ടാൽ ഈസിയാണ്, വിജയം ഉറപ്പാണ് എന്ന് പറയാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ.